കൊച്ചിയിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ കുറിച്ച് തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ്. ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണത്തിന് തുടങ്ങുകയാണ് പോലീസ്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. സ്കൂൾ അധികൃതരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഇതിനിടെ മിഹിർ അഹമ്മദിന്റെ അമ്മ നൽകിയ പരാതിയിൽ ചില വിദ്യാർത്ഥികളുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി കിട്ടുന്നു. ആജ്ഞ, ഈ സംഭവം വലിയ ഒരു പ്രതിഷേധമായി ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ എടുത്തു നോക്കിയാൽ അതൊരു വലിയ ക്യാമ്പയിനായി മാറുന്നുണ്ട്. ഇന്നലെ തെന്നിന്ത്യൻ താരം സമാന്തയൊക്കെ ഈ വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതായത് ഇത് വലിയൊരു ക്യാൻവാസിലേക്ക് വളരുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് പോലീസിന് ഉടൻ നടപടി എടുത്തേ മതിയാവും. ഒരു 15 വയസ്സുള്ള കുട്ടി ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ മാത്രം എന്താണ് അവിടെ സംഭവിച്ചത്? സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറിവും ഇല്ലെന്ന് പറയുമ്പോൾ പോലും അങ്ങനെ കൈയൊഴിയാൻ അവർക്ക് കഴിയില്ലല്ലോ. എന്താണ് ഇപ്പം ഇന്നലെ അവരുടെ റിലീസ് വന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകാനാണ് പോലീസ് അന്വേഷിക്കുന്നത്? സാക്ഷികളില്ല, തെളിവില്ല ഈ ഒരു സാഹചര്യത്തിൽ. ശ്രീജ സൂചിപ്പിച്ചതുപോലെ പരാതിയിൽ ചില കുട്ടികളുടെ പേരുകൾ മിഹിറിന്റെ അമ്മ പരാമർശിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും പോലീസ് അന്വേഷണം മുന്നോട്ട് പോകും. മാത്രമല്ല, ഈ കുട്ടി ജനുവരി 15-ന് ആത്മഹത്യ ചെയ്ത ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പാരന്റ്സ് നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ക്രൂരമായ റാഗിങ്ങിന് മിഹിർ അടിമയായിരുന്നു, അല്ലെങ്കിൽ അതിന് അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് മിഹിർ കടന്നു വന്നത് എന്ന് വ്യക്തമാകുന്നത്. അതും അതിക്രൂരമായ അല്ലെങ്കിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂര പീഡനങ്ങളാണ് ആ കുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് അമ്മ കഴിഞ്ഞ ദിവസം എഴുതിയ തുറന്ന കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ടോയ്ലറ്റിലേക്ക് കയറ്റി ടോയ്ലറ്റിന്റെ സീറ്റ് നക്കിക്കുന്ന തരത്തിലേക്ക് വരെ അതിന്റെ ക്രൂരതകൾ പോയി എന്ന് പറയുമ്പോഴും ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ അത് ആഘോഷമാക്കി ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നിടത്തേക്ക് ആ ക്രൂരതയുടെ പട്ടിക നീളുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ തീവ്രത എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യം തന്നെയാണ് ചർച്ചയാകുന്നതും. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് സമഗ്ര അന്വേഷണത്തിന് ഒരുങ്ങുന്നത്. സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കും. അതേസമയം ഈ കുട്ടി ആത്മഹത്യ ചെയ്ത സമയത്ത് പോലീസിനോട് സ്കൂൾ അധികൃതർ ഈ കുട്ടി നേരത്തെയും ഉണ്ടായിരുന്ന സ്കൂളിൽ പ്രശ്നമുണ്ടായത് കൊണ്ടാണ് 3 മാസം മുൻപ് ഇങ്ങോട്ടേക്ക് സ്കൂൾ മാറ്റിയത് എന്നൊരു മൊഴി നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് അമ്മ കൃത്യമായി ആ ലെറ്ററിൽ പറയുന്നുണ്ട്. അതായത് അവിടുത്തെ ഡെപ്യൂട്ടി പ്രിൻസിപ്പാളുമായി ഒരു പ്രശ്നമുണ്ടായിരുന്നത് ബാലാവകാശ കമ്മീഷൻ മുൻപാകെ ആ പരാതി നിലനിൽക്കുന്നുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും, ഈ കുട്ടി മരിച്ച സാഹചര്യത്തിൽ പോലും അത് റാഗിങ്ങിന്റെ സാഹചര്യം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് അത് പരിശോധിക്കുകയോ അതല്ലെങ്കിൽ ആ കുട്ടികൾക്കെതിരെ നടപടി എടുക്കാനോ സ്കൂൾ അധികൃതർ തയ്യാറായില്ല എന്നൊരു വലിയ പരാമർശമാണ് അല്ലെങ്കിൽ വലിയ വിമർശനമാണ് സ്കൂൾ അധികൃതർക്കെതിരെയുള്ളത്. അവർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഗ്ലോബൽ സ്കൂളിനെതിരെ ഉയരുന്നതും. ആ ഒരു സാഹചര്യത്തിൽ ഇത് സ്കൂൾ അധികൃതരുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് പോവുക. എന്തായാലും കടുത്ത നടപടികൾ തന്നെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ക്യാൻവാസിലേക്ക് ഇത് ചർച്ചയായ സാഹചര്യത്തിൽ വലിയ നടപടികൾ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പോഴും ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഈ മിഹിറിന്റെ ആത്മഹത്യയെ പറ്റി എന്താണ് സംഭവിച്ചെന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. മാത്രമല്ല, മിഹിർ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിലൊരു ഇൻസ്റ്റഗ്രാം പേജ് കുട്ടികൾ ചേർന്ന് തുടങ്ങിയിരുന്നു. അതും പെട്ടെന്ന് അപ്രത്യക്ഷമായ ഒരു സാഹചര്യം കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ദുരൂഹതയുണ്ടാക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ റാഗിങ്ങിന്റെ പ്രശ്നങ്ങൾ അന്വേഷിക്കണമെന്ന ഒരു നിർദ്ദേശം ഈ പാരന്റ്സ് മുന്നോട്ട് വെച്ചിട്ടും അത്തരം സാഹചര്യങ്ങളൊന്നും സ്കൂളിൽ ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സ്കൂൾ അധികൃതർ. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഈ വിഷയത്തിൽ എന്തായാലും സർക്കാരും ഇടപെട്ട് കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഈ വിഷയത്തെപ്പറ്റി വിശദമായി അന്വേഷിക്കാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോകുന്നു. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അതിന്റെ പാരമ്യത്തിലേക്ക് കടക്കുകയാണ്. അവസാന ലാപ്പിൽ ആം ആദ്മിക്ക് തിരിച്ചടി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച എംഎൽഎമാരുടെ എണ്ണം 8ആയി. മാദിപ്പൂർ എംഎൽഎ ഗിരീഷ് സോണിയാണ് ഏറ്റവും ഒടുവിൽ രാജിവെച്ചത്. പൊതുജനങ്ങൾക്ക് അപ്രാപ്യമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സീറ്റ് നിഷേധിച്ചതെന്നും രാജി പാർട്ടിയുടെ പ്രകടനത്തെ ബാധിക്കില്ലെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇതൊരു തുടർക്കഥയാവുകയാണ്. ഇപ്പോ
പാർട്ടി എങ്ങനെ പ്രതികരിച്ചാലും ജനങ്ങളുമായി കഴിഞ്ഞ 5 വർഷം അടുത്ത് പെരുമാറിയിരുന്ന ആളുകളിൽ 8 പേർ രാജിവെക്കുന്നത് എത്രത്തോളം കേജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും തിരിച്ചടിയാവുന്നുണ്ട്? അതേ ശ്രീജ, വോട്ടെടുപ്പിന് ഇനി 4 ദിവസം മാത്രം ബാക്കി. അപ്പോൾ സ്വാഭാവികമായി MLA-മാരുടെ കൂട്ടരാജി തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനും ഒപ്പം ആം ആദ്മി പാർട്ടിക്കും തിരിച്ചടി തന്നെയാണ്. കാരണം ഈ 20 സിറ്റിംഗ് MLA-മാർക്ക് ഇത്തവണ സീറ്റ് നിഷേധിച്ചിരുന്നു ആം ആദ്മി പാർട്ടി. കാരണം 10 വർഷം തുടർച്ചയായി ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സർവേ നടത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടി പിന്നീട് MLA-മാരെ മാറ്റുകയായിരുന്നു. അതിൽ 20 പേർക്കാണ് സീറ്റ് നിഷേധിച്ചത്. അതിൽ 8 പേർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. രാജിവെച്ചവർ ഏതായാലും പാർട്ടിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില MLA-മാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. രണ്ടാമതായി ഉന്നയിക്കുന്ന കാര്യം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വന്നത്. പക്ഷേ അതിന്റെ നേതാക്കൾ തന്നെ അഴിമതിയിൽ താഴ്ന്നു നിൽക്കുന്നു എന്ന ആരോപണമാണ് MLA-മാർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് മദ്യനയ അഴിമതി അടക്കം BJP വലിയ ആയുധമാക്കുമ്പോഴാണ് സമാനമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് MLA-മാർ തന്നെ ഇപ്പോൾ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് മനീഷ് സിസോദിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ ജയിലിൽ പോയത് ഈ കേസിലായിരുന്നു. അപ്പോൾ രാജിവെച്ച ചില MLA-മാരെങ്കിലും ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും രാജിവെച്ച ഇവരാണ്. ഒന്ന് മദൻലാൽ കസ്തൂർബ നഗറിനുള്ള MLA ആണ്, ഭാവന ഗൗർ പാലത്തിനുള്ള MLA ആണ്, നരേഷ് യാദവ് മെഹ്റോളിൽ നിന്ന് പ്രതിനിധിയാണ്, രോഹിത് മെഹ്റോളിയ ത്രിലോക്പുരി MLA ആയിരുന്നു, ഒപ്പം തന്നെ BS ടൂൺ ബിജ്വാസൻ MLA ആണ്, പവൻ ശർമ്മ ആദർശ് നഗറിൽ നിന്നാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്, രാജേഷ് ഋഷി ജനക്പുരിയിൽ നിന്നാണ്, ഏറ്റവും ഒടുവിൽ രാജിവെച്ച ഗിരീഷ് സോണി മാദിപൂരിലെ MLA ആയിരുന്നു. ഇതിൽ പാലം MLA ആയ ഭാവന ഗൌഡാണ് കേജ്രിവാളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല മെഹ്റോളി MLA ആയിരുന്ന MLA ആണ്. നേരത്തെ അദ്ദേഹത്തിന്റെ സീറ്റ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു മതനിന്ദയുമായി ബന്ധപ്പെട്ട കേസിൽ പഞ്ചാബ് കോടതി ശിക്ഷ വിധിച്ചു. ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ഏതായാലും കടുത്ത വിമർശനം മെഹ്റോളി MLA-യും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിക്കും കേജ്രിവാളിനുമെതിരെ. പക്ഷേ ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് പാർട്ടിയുടെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് സീറ്റ് നിഷേധിച്ചത്. കാരണം സാധാരണക്കാർക്ക് അപ്രാപ്യമാണെന്ന് പാർട്ടിക്ക് തന്നെ തോന്നിയ സർവേയുടെ റിപ്പോർട്ട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവരെ മാറ്റിയത്. മാത്രവുമല്ല മറ്റൊരു പാർട്ടിയിൽ പോകാൻ വേണ്ടിയാണ് ഈ ഇലക്ഷന്റെ തലേ ദിവസം ഇത്തരമൊരു രാജ്യനാടകം. അതൊരിക്കലും ജനങ്ങൾ അംഗീകരിക്കില്ല, ആം ആദ്മി പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ശ്രീജ, രാകേഷ്, ഈ തെരഞ്ഞെടുപ്പിന് ഇനി 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഡൽഹി ഇപ്പോൾ ഏറ്റവും ഒരു മൂടൽമഞ്ഞിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഇത് സാരമായി ജനജീവിതത്തെ, ഗതാഗതത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ. ശ്രീജ, ഏതായാലും തണുപ്പ് ഉണ്ട് തീർച്ചയായും. കാരണം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തന്നെ വലിയ തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. ഫെബ്രുവരി 1 എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഈ ബജറ്റ് സമയത്തൊക്കെ തന്നെ തണുപ്പ് കുറയുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. പകൽ സമയങ്ങളിൽ വലിയ തണുപ്പ് അനുഭവപ്പെടാറുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഉണ്ടായിരിക്കുന്ന വ്യത്യാസം വലിയ മൂടൽ മഞ്ഞ് ഡൽഹിയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കാഴ്ച പരിധി വളരെ കുറവാണ്. രാവിലെ കഴിഞ്ഞ ദിവസമൊക്കെ ഇതേ സമയം ലൈവ് നൽകുമ്പോൾ തന്നെ ഇത്ര മൂടൽ മഞ്ഞ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഏതായാലും കനത്ത മൂടൽമഞ്ഞ് ഡൽഹിയിൽ പ്രകടമാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് തന്നെ അറിയിപ്പും ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. കാരണം കാഴ്ച പരിധി വളരെ കുറവാണ് എന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പലയിടത്തും ഈ ട്രാഫിക് മൂവ്മെന്റ് ഒക്കെ വളരെ പതുക്കെയാണ്. കാരണം കാഴ്ച പരിധി കുറവ് ഉള്ളത് കൊണ്ട് തന്നെ ഗതാഗത കുരുക്കൊക്കെ ചിലയിടങ്ങളിലുണ്ട്. ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ പ്രവർത്തനത്തെ ഫ്ലൈറ്റുകൾ വൈകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാഴ്ച പരിധി കുറവാണ് എന്ന് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് യെല്ലോ അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഏതായാലും വായു ഗുണനിലവാര സൂചികയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും അത് വളരെ മോശമായി തന്നെ ഡൽഹിയിൽ തുടരുകയാണ്. കാരണം പലയിടങ്ങളിലും ഇപ്പോൾ ലഭിക്കുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം 356 വായു ഗുണനിലവാര സൂചിക. ചാന്ദിനി ചൗക്കിലും അശോക് വിഹാറിലും പട്പട്ഗഞ്ചിലും RK പുരത്തും രോഹിണിയിലും ഒക്കെ തന്നെ അത് ഏതാണ്ട് 400-അടുത്ത് വരുന്നു. അപ്പോൾ വളരെ മോശം വായു നിലവാര സൂചിക തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തണുപ്പ് കാലത്ത് സ്വാഭാവികമാണിത്. പക്ഷേ അതിപ്പോഴും കഴിഞ്ഞ 2 മാസമായും ഈ വായു ഗുണനിലവാര സൂചിക വളരെ മോശമായി തന്നെ തുടരുകയാണ്. ശ്രീജ, ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്ന് വരാനുള്ളത് സ്വാഭാവികമായും ബജറ്റാണ്.